ജസ്റ്റിസ് കമാൽ പാഷ, അതിജീവിത നൽകിയിട്ടുള്ള ഹർജിയിലൂടെ എന്താണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് എന്നത് സംബന്ധിച്ച പ്രാഥമിക വിവരം താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കെല്ലാം അതേക്കുറിച്ചുള്ളൊരു കുറഞ്ഞ ധാരണ ഏറ്റവും കുറഞ്ഞതുണ്ട്. നമുക്ക് ഇതിനകത്ത് ആ റിപ്പോർട്ടിൽ കാണുന്ന കാര്യങ്ങളോടുള്ള താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? നികേഷ്, ആ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ നിന്ന് കാണാനിടയായി. അപ്പോൾ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാണാനിടയായി. റിപ്പോർട്ട് കണ്ടില്ല, അതിൻ്റെ ഉള്ളടക്കം മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ആ റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷേ അത് മാധ്യമങ്ങളിൽ, അതായത് അതിജീവിത ഇപ്പോൾ കൊടുത്ത ഹർജിയിൽ നിന്ന് അത് റീപ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നു. അത് കാണാനിടയായി. വളരെ ഷോക്കിംഗ് ആണ്, വളരെ നമുക്ക് ഞെട്ടലുളവാക്കുന്ന സംഭവങ്ങളാണ്. കോടതികളിൽ ഇങ്ങനെ നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം എൻ്റെ അറിവിൽ കോടതികളിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ അത് നമ്മുടെ വിശ്വാസത്തിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ തകിടം പറഞ്ഞ് പോകുന്നതായിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതായത് തൊണ്ടി മുതലാണ് ആ മെമ്മറി കാർഡും അതുപോലെ അതിൻ്റെ അത് കൊടുക്കുമ്പോൾ അത് കൊണ്ടുവന്ന് മജിസ്ട്രേറ്റ് കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് വെളിയിൽ പോകുക എന്ന് പറയുന്നത് വളരെ നിരുത്തരവാദപരമായ കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. അത് കോടതിയുടെ പ്രോപ്പർട്ടി, കോടതിയിൽ ആ കേസിലെ പ്രോപ്പർട്ടിയാണ് അത്. ആ പ്രോപ്പർട്ടി ക്ലാർക്ക് അത് ഫയലിലെടുത്ത് പ്രോപ്പർട്ടി രജിസ്റ്ററിനകത്ത് റെക്കോർഡ് ചെയ്ത് അവിടെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അത് ശരിയായ രീതിയിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് റൂമിൽ വെക്കണം എന്നുള്ള രീതിയിൽ പോലും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ വെക്കുന്നതാണ്. സേഫ് കസ്റ്റഡി വെക്കാനായിട്ട് ഉള്ള പെറ്റീഷൻ കൊടുത്ത് സേഫ് കസ്റ്റഡി വെക്കേണ്ട സാധനമാണ്. പ്രത്യേകിച്ച് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈറ്റലായിട്ടുള്ള ഒരു എവിഡൻസാണ്, ഒരു തൊണ്ടിയാണ് ഇതിലെ ആ മെമ്മറി കാർഡ് എന്ന് പറയുന്നത്. അത് ഇതുപോലെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുക, അതിൻ്റെ അത് കൊണ്ടുവന്ന് കാണുക, പരിശോധിക്കുക, നാട്ടുകാരെയൊക്കെ വിളിച്ച് കാണിക്കുക, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഇത് കോടതിയിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ, അതായത് വീട്ടിൽ കൊണ്ടുപോവുക എന്നുള്ള ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മെമ്മറി കാർഡ് പരിശോധിക്കുന്നത് സംബന്ധിച്ച് അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ വിവരങ്ങൾ ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹൻ മൊഴിയിൽ പറയുന്നുണ്ട്. അത് താൻ ഇത്തരം കാര്യങ്ങൾക്ക് മകനെയാണ് ആശ്രയിക്കാറുള്ളത് എന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പറയുന്നു. എന്നാൽ ഇത് അങ്ങനെ ഏൽപ്പിക്കാനാകുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് മോഹനെ ഏൽപ്പിക്കുന്നു. മഹേഷ് മോഹൻ അത് വീട്ടിൽ കൊണ്ടുപോയി രാത്രി ഇത് പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ വെരിഫിക്കേഷൻ, അതായത് ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് നൽകിയിരിക്കുന്നത് ജഡ്ജ് മഹേഷ് മോഹൻ എന്ന ബെഞ്ച് ക്ലാർക്കിന് നൽകിയിരിക്കുന്നത് വെരിഫിക്കേഷനാണ്. ഒരു മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ സംബന്ധിച്ച വെരിഫിക്കേഷൻ എന്ന ലീഗൽ ടേമിൻ്റെ വ്യാഖ്യാനം എന്താണ് സാർ? ഇത് ഈ പറയുന്നതെല്ലാം തെറ്റാണ്. ഈ രീതിയിലുള്ള വെരിഫിക്കേഷനൊന്നും പാടില്ല. വെരിഫിക്കേഷനൊന്നും അല്ല ഇത്. വളരെ വലിയ അഹങ്കാരവും വൃത്തികേടുമാണ് കാണിച്ചേക്കുന്നത്. അത് ഈ മഹേഷ് എന്ന് പറയുന്ന ഈ ബെഞ്ച് ക്ലാർക്കിനോ അതുപോലുള്ള ആളുകൾക്കോ കാണാൻ പറ്റിയ ഒരു സാധനമല്ലത്. അവർ കാണാൻ പാടില്ല. ഇതാകെ ഉപയോഗിക്കാവുന്നത് ഓപ്പൺ കോടതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള തെളിവെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. പക്ഷേ ആ ഓപ്പൺ കോടതിയിൽ ഇത് പറ്റുന്നില്ല. കാരണം ഇത് ഇൻ ക്യാമറ ട്രയൽ നടത്തേണ്ടതാണ്. ആ ഇൻ ക്യാമറ ട്രയൽ നടത്തുമ്പോൾ അതിനകത്ത് ഈ മെമ്മറി കാർഡോ പെൻഡ്രൈവോ ഒക്കെ അവിടെ പ്ലേ ചെയ്തിട്ട് അവിടെ അത് കാണാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടുള്ള കാര്യമല്ല ഇത് ഈ പറയുന്നത്. അത് ബെഞ്ച് ക്ലാർക്കിന് ഇത് പരിശോധിക്കാനുള്ള ഒരവകാശവും ഇല്ല. ഇതിന് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ സീൽഡ് കവറിൽ തന്നെ ഈ സാധനം അങ്ങ് വെക്കണം. വെച്ചിട്ട് ആ സീൽഡ് കവർ പോലും ഓപ്പൺ ചെയ്യുന്നത് കോടതിയിലെ എവിഡൻസിൻ്റെ സമയത്ത് മാത്രം ഓപ്പൺ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇനി ഇതിൻ്റെ കോപ്പി കൊടുക്കണമെന്നിരിക്കട്ടെ, അതിൻ്റെ പകർപ്പ് കൊടുക്കേണ്ട ഒരു സാധനമാണ് ആണെങ്കിൽ അപ്പോൾ അതിന് പകർപ്പിന് വേണ്ടി ഇതെടുത്ത് പൊട്ടിച്ചിട്ട് അത് ജഡ്ജിൻ്റെ സാന്നിധ്യത്തിൽ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പകർപ്പെടുപ്പിക്കാം. ഇതല്ലാതെ വേറെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇതിനകത്ത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വെരിഫിക്കേഷൻ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു മഹസറിനകത്ത് മുഴുവനുണ്ടോ, അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടോ, അതിനകത്ത് അതിൻ്റെ തലയും വാലും ഒക്കെ ഉണ്ടോ, ഇത് നോക്കിയെടുക്കുന്നതാണ് ഈ വെരിഫിക്കേഷൻ ഇവർ പറയുന്നത്. അതേപോലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്ത് വേണ്ട കാര്യങ്ങൾ അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണോ എന്ന് പറഞ്ഞ് ഹാജരാക്കിയേക്കുന്നു. ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഹാജരാക്കുന്നു, ഇൻക്വസ്റ്റ് റിപ്പോർട്ടെന്ന് പറയും. പക്ഷേ ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണോ അല്ലയോ എന്ന് അറിയുന്നില്ല. അത് വെരിഫൈ ചെയ്യാം. ഇതല്ലാതെ
ഈ ക്രിമിനൽ സെക്ഷനിൽ ഇതിൻ്റെ വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് വേറെ ഒരു പണിയില്ല. ഈ പറയുന്ന മെമ്മറി കാർഡോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ പെൻ ഡ്രൈവോ ഒന്നും ഇവിടെ വേരിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇല്ല. അവർ ഹാജരാക്കിയേക്കുന്ന സാധനം അതിനകത്തൊന്നും ഇല്ലെങ്കിലില്ല, ഉണ്ടെങ്കിലുണ്ട്. അത് സയൻറ്റിഫിക് എവിഡൻസ് അതിന് കളക്ട് ചെയ്യാണ്. ഇലക്ട്രോണിക് എവിഡൻസ് ആണല്ലോ ഇത്. ഇപ്പം മെമ്മറി കാർഡായാലും പെൻ ഡ്രൈവ് ആയാലും വരുന്നത് നമ്മുടെ IT ആക്ട് അനുസരിച്ച് ഉള്ള ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. അത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് അത് ഏതൊക്കെ വിധത്തിൽ അത് ഉപയോഗിക്കാം എന്നുള്ളതുണ്ട്. ഈ മെമ്മറി കാർഡാണെങ്കിൽ ആ മെമ്മറി കാർഡിലെ വിവരങ്ങൾ അതേപോലെ അത് ട്രാൻസ്ക്രൈബ് ചെയ്താൽ അത് സർട്ടിഫൈ ചെയ്ത് തരണം. ആ രീതിയിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മെമ്മറി കാർഡിന്റെ ഒറിജിനൽ തന്നെ വേണം. ഒറിജിനൽ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നാണല്ലോ അങ്ങ് പറയുന്നത്. നോക്കൂ, ഇവിടെ നമ്മുടെ നാട്ടിൽ 100,000 കോടതികളുണ്ട്. അതേപോലെ പോക്സോ കേസുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ കാലഘട്ടത്തിൽ വരുന്ന പോക്സോ കേസുകളിലെല്ലാം തന്നെയും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് പോലും ഇതിലെന്താണ് വെരിഫിക്കേഷൻ എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല എന്നാണോ കരുതേണ്ടത്? ഞാനൊരു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജാണ്. എൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടി ഞാൻ സീനിയർ ബെഞ്ച് ക്ലർക്കിനെ ഏൽപ്പിക്കാം. സീനിയർ ബെഞ്ച് ക്ലർക്ക് ആ മെമ്മറി കാർഡും കൊണ്ട് വീട്ടിൽ പോവുക, രാത്രി അദ്ദേഹം നോക്കുക, അയാളുടെ നോക്കിയ ഡിവൈസ് ഏതാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു പരിശോധനയിൽ പോലും ഏതാണ് എന്ന് വ്യക്തതയില്ല. ആ ഡിവൈസ് പരിശോധിക്കപ്പെടുന്നില്ല. ഇതിലൊക്കെ എന്ത് സുരക്ഷയാണ് ഉള്ളത് സർ? ഒരു സുരക്ഷയില്ല ഇതിനകത്ത്. വളരെ ആ ഡാമേജ് എന്തൊക്കെ നടക്കാമോ അതെല്ലാം നടന്നു കഴിഞ്ഞതാണ്. ആ സഹോദരി, ആ പീഡിപ്പിക്കപ്പെട്ട ആ സഹോദരി അതിനെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയല്ലേ ഇതിലൂടെ. അതാണ് നമ്മൾ കാണേണ്ടത്. ഈ ബെഞ്ച് ക്ലർക്കിന് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കാണിക്കാനും അയാളുടെ കുടുംബത്തെ കാണിക്കാനുള്ള സാധനമാണോ ഇത്? അയാൾക്ക് ഇത് കണ്ട് സൂഹിക്കാനോ രസിക്കാനോ ഉള്ള ഒരു കാര്യമല്ലത്. അയാളെയൊക്കെ സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ളവന്മാരെ. കാരണം ഇത് വളരെ വലിയ തെറ്റായ കാര്യമാണ് ചെയ്തേക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുക. ആ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നത്, എന്നിട്ട് ആ പരിശോധിച്ച എങ്ങനെ അയാൾ പരിശോധിച്ചു? അയാളുടെ മൊബൈൽ ഫോണിലിട്ട് പരിശോധിച്ചാണ്. ആ മൊബൈൽ ഫോൺ എന്നാൽ ഹാജരാക്കട്ടെ, അതില്ല, അത് കളഞ്ഞു പോയെന്നാണ്. ഇതിൽ മുഴുവൻ, കാരണം ഇതിൽ നിന്നൊക്കെ മുഴുവൻ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് പകർത്തിയെടുക്കാം, ആളുകൾക്ക് ഇതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത്രത്തോളം വളരെ ഗുരുതരമായ ഒരു കാര്യം. ഒരു പോൺ വീഡിയോ ആണല്ലോ യഥാർത്ഥത്തിലത്. ആ പോൺ വീഡിയോ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് വലിയ ഒഫൻസാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇയാൾ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒഫൻസാണ് അയാൾ കമ്മിറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇത് ഇപ്പോൾ കോടതിയിലല്ല അയാൾ വെച്ച് പരിശോധിച്ചേക്കുന്നത്, അയാളുടെ വീട്ടിൽ കൊണ്ടുപോവാണ്. രാത്രി 10:58 മറ്റോ പരിശോധിച്ചതായിട്ടാണ് പറയുന്നത്. അത് ഇത്രത്തോളം ഈ ഓഡ് അവേഴ്സിൽ വീട്ടിൽ കൊണ്ടുവച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലല്ലോ ഇത് ഉപയോഗിച്ചേക്കുന്നത്. കാരണം ഇതിനെ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത് വീണ്ടും വീണ്ടും കണ്ട് സൂഹിക്കണം. അതാണ് ഇവർക്കൊക്കെ വൈകല്യമുള്ള മനസ്സുള്ള ആളുകളെ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഉദാഹരണമായിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുപോലെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അത് സെഷൻസ് കോടതിയിലേക്ക് വരുന്നു.